ആർട്ടിസ്റ്റായി പോയില്ലേടാ. ഞാൻ നോക്കിയപ്പോഴേ ഒരു അലുമിനിയം പാത്രം അടുക്കള ഇറങ്ങി ഓർഡർ ചന്ദ്രേ പാത്രങ്ങൾ ചിരിക്കരുത് കേട്ടാ. അലുമിനിയം പാത്രം ഇറങ്ങി ഓടണം. അത് കൊള്ളാറല്ലേ പക്ഷെ. എടാ വാസു, ഞാനൊരു ടാർപ്പയായി മാറിയടാ അവിടെ. ഒരു ബലൂണിന് കുട്ടി പറഞ്ഞ പോലെ ഒരാള്. ഏതാ മാപ്പിട്ടെ? അയ്യോ നീയാണ്. അപ്പൊ നീ തോറി കൽക്കണ്ട മലയെ പൊട്ടിച്ചു നുണയാൻ വന്നല്ല കതിക്കറുമ്പൻ. തగ్గനാടാ ഇത്. എവിടെ കിട്ടുമെന്ന് എവിടെ പോകും? ഇത് സ്പേസ് സ്പാം ചെയ്തോണ്ടിരിക്കണോടാ. ഓൾഡ് ചന്ദ്രന് പറ്റിയ പടിയല്ലേ അലുമിനിയം ഫേസ് ഓൾറെഡി ആവുന്നില്ലല്ലോ. അറിഞ്ഞൂടാ അതെങ്ങനെ സ്പേസ് വേറെ രീതി കിടക്കാൻ പറ്റുമോ? സ്പേസ് ഹോൾഡ് ചെയ്യാവുന്നില്ല. പറ്റും ആറ് നിൽക്കാന്ന് വേറെ ഷേപ്പ് കിടക്കാൻ പറ്റും. വേറെ കിടക്കുന്ന ഷേപ്പ് ഒന്നും വരുന്നില്ല. 43 കണ്ടുപിടിക്കണം. പെർഫെക്റ്റ് ആയിട്ട് വരച്ച സെറ്റാണ്. പിന്നെ പെർഫെക്റ്റ് ആയിട്ട് വരച്ച സെറ്റാണ് അത്. സെറ്റാണ്. ഞാൻ ഇതല്ലേ പെർഫെക്റ്റ് ആയിട്ട് നേരത്തെ കുതിരയെ കൊടുക്കാണ്ടിരുന്നതാണ്. അത് എറിച്ചു വയ്ക്കുന്ന കൊടുക്ക കളർ. എടാ ഇത് എവിടെ ഒരു സ്ഥലമില്ലല്ലോ ഇത് വിളിക്കാനായിട്ട്. ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ ഇത് തെളിയിക്കും കേട്ടാ. അത്രേ ഉള്ളു. എല്ലാം കഴിവ് തെളിയിക്കണം. ഇതെന്താ ഇങ്ങനെ പോയത്? ഇതെന്താ ഇങ്ങനെ പോയത്? ഹലോ എനിക്ക് സ്ഥലം എങ്ങനെയാണ് എങ്ങനെ കിടന്നാണേ? ആ ഇത് എണ്ണിക്കത്തെ എന്ത് കൺട്രോൾ. ആറേക്ക് താഴോട്ട് കാല് മാത്രം ലിപ്സ്റ്റിക് ഇട്ടത് പോലെയായി. ഉച്ചക്ക് CCTV ആയിട്ടൊക്കെ ഇരുന്ന്. ആ ഇപ്പൊ നോക്കിയാണ്. ഇപ്പൊ ഞാൻ റെഡി ആക്കി തരാം. ഞാൻ ഇതിന്റെ ഫ്ലോയിലോട്ടൊന്ന് വരുന്നതേ ഉള്ളു കേട്ടാ. ഇച്ചിരി പാടാണ്. എടുത്തൊന്ന് പഠിച്ചെടുക്കാം. നമ്മളെ പോലെ ടൈം എടുക്കണ്ട. ഇനിയാണ് പെയിന്റിങ്. നോക്കിക്കോ അണ്ണ 100 ആയിട്ട് വരണം എന്റെ പ്രാർത്ഥന. അണ്ണ 100 ആയിട്ട് വരുന്നതാണ്. എന്നിലെ കലാകാരനെ ഞാൻ ഇന്ന് കാണിച്ചു തരാവേ. ടിക്ടിക്കായ ഞാൻ ഇപ്പൊ വരും. സമയം ഉണ്ടാവും നമുക്ക് വരയ്ക്കാം. അയ്യോ സമയില്ലേ. ഇതെന്താ കളറാവത്തെ? ഞാൻ പെട്ട് ഇല്ല വരുന്നവരെ വെടി വെച്ചിട്ടില്ലേ. എടാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്ക് കണ്ടുകൂടാ. എനിക്ക് കണ്ടുകൊണ്ടുവിടാത്തോണ്ട് നിങ്ങൾക്ക് നിങ്ങള് ജയിക്കാം. ഞാൻ പെട്ടറാ. 12 സെക്കൻഡ്. എടാ നീ ഇങ്ങനെ പാനിക് ആക്കല്ലേ. 8 സെക്കൻഡ്. നീ വന്നെങ്കി വാ. നമ്മളെ പിടിക്കാൻ പറ്റും. നീ പിടി. നല്ല മുമ്പേ വരാ. വിസിലൊക്കെ അടിച്ചല്ലോടാ. ഇത് ഒരിടത്തൊന്നും അടിയാണ്. ഇത് എന്തിരുത് ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ വിസില്. ചിരി പറഞ്ഞാ ആരാണ് പൊതച്ചത്? ആരെ പൊതച്ചടാ? അച്ഛൻ ആർട്ടിസ്റ്റ് ഞാനേ. ആങ്കർ ഒരു ഷെഡി പോലെ കിടക്കുന്ന ആരാണ്? അതാണ് ഞാൻ എല്ലാ ആളല്ലത് വെടി വെച്ചതില്. എനിക്ക് കണ്ണു കണ്ടുകൂടാത്തോണ്ട് നിങ്ങൾ ജയിച്ചടാ. ചുമ്മാ ഇല്ലടാ. എടാ ഇത് ക്യാമറ മാറ്റുന്നത് എങ്ങനെയാണോ? 5 അടിച്ചിട്ട് 4 ആക്കിയത്. ഇത് ലെഫ്റ്റ് ക്ലിക്ക് അടിക്കാം.
സോറി സൂപ്പർ. വാ വാ. ഇനി നിങ്ങളുടെ കഥ കഴിഞ്ഞു. ഇതില് എനിക്ക് എല്ലാം അതറിയാം. ആ ഈ സൈഡിൽ വലിയ വിസിലൊക്കെ കേൾക്കുന്നത്. ഇതില് ആരൊക്കെ എവിടെ ഇരുന്നത്? ഒന്ന് എനിക്ക് ഈ മാപ്പൊക്കെ അറിയാം. നമ്മളൊക്കെ ഇത് 6 മണിക്കൊക്കെ ഞാനും അണ്ണ ഇത് കളി നിർത്തി ഈ ഗെയിം. അരിച്ചാക്ക ചടച്ചാക്കൊക്കെ ആയിട്ടായിരുന്നു. വരുന്നുണ്ടാ അടീത വേടി ഈകള് വിഷയമായിട്ട് എവിടോ നിപ്പുണ്ട് കേട്ടാ. ഈ നീരാളിയായിട്ടിരിക്കുന്ന ആരാണ്? നീരാളിയായിട്ട് വില്ല് പോയിരുന്നത് പിടിച്ചത് ആദ്യമേ പിടിച്ചു. അല്ലല്ല ഞാനല്ല നോക്കട്ടെ. ഒരു ഹോയ് വിട്ടെ. ആവശ്യത്തിൽ കൂടുതൽ പോയി വരുന്നുണ്ട്. എന്നെ ഇപ്പൊ എടുക്കുമല്ലോ തമ്പുരാന്. ആ അപ്പുറത്ത് ബാക്കിലടാ ഇവിടെ ബാക്കിലടാ ഇവിടെ ഭിത്തിയിൽ എവിടെയോ. ഇത് മാപ്പ് അറിയാൻ പറ്റില്ല. ഒരു ഹോയ് കൂടി വിടും. ഒരു ഹോയ് പ്ലീസ്. എന്തിനു പോട്ടാ? ഞാൻ എപ്പോഴും ഇരിക്കാനുള്ള. ഓ അതാരാണ്? ഇതാരാണ്? ഇത് പറയണ്ടേ പാസ്വേഡിനൊക്കെ പിടിച്ചേട്ടാ. ഇനി ആരൊക്കെ പിടിക്കാനുള്ളേ? ഇനി ശരത്താണ് നല്ല അഭിനയായിരുന്നേട്ടാ. നല്ല അഭിനയായിരുന്നു. മന്ദാരത്തിനെ പിടിച്ച് നല്ല അഭിനയം. നല്ല അഭിനയം. കിട്ടേ ഡോക്ടർ ഓക്കെ. സെറ്റപ്പ് ആട്ടെ മന്ദാരം. പെയിന്റ് ഒക്കെ അടിച്ചങ്ങ് അറിയാനേ പറ്റില്ല. ഞാൻ മഴയില്ലാണ്ടിരുന്നു. അവിടെ ചന്ദ്രനെ കൊന്നുളങ്ങി. ചർത്തയുടെ പൂച്ചയായിട്ടിരിക്കുന്നത് ഒരു ചാക്കോടി മാത്രം പേരില്ലല്ലോ. എന്താ എടാ എല്ലാരും ഒന്ന് വിസിലടിച്ചേ ഉള്ളൊരു വിസിലടിച്ചേ. വിസിലടി വിസിലല്ലേ ചേട്ടൻ പറ്റിപ്പാണ്. എവിടെയോ വലിയ രീതി വിളിച്ചിരിക്കുക കേട്ടോ ആള്. വിസിലടി അണ്ണ കുറച്ച് അവസാന ടൈമിൽ വിസിലടിക്കാനാ. നേരെ വാ. ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ ഇരിപ്പുണ്ട്? എവിടെ? ഞാൻ നോക്കിയെടുത്ത് തന്നെ. മുകളിലോട്ട് നോക്കടാ. എവിടെ? കണ്ടില്ല. വാസുണ്ടെ പിടിച്ചില്ലായിരുന്നോ? എടാ എന്നെ പിടിച്ച ഞാൻ മണ്ടത്തിനെ കണ്ടില്ല. ഇവന്റെ മൂട്ടിലിട്ട് ഞാൻ മറ്റേ ഇതാക്കിയതാ. അണ്ണ ഏതെങ്കിലും കേട്ടോ. ഇവരേലും മാപ്സ് ഇല്ലല്ലോ. ജോക്കി ഉണക്കാനിട്ടിരിക്കണ അണ്ണ അണ്ണന്റെ മേളിലാ വന്ന് കുറച്ചേരം അനങ്ങണ്ടിരുന്നത്. അല്ല നിങ്ങളുടെ അണ്ണ ഇതിന്റെ നടുക്കില് കയറി. കാരണം ഇതിന്റെ നടുക്കില് കയറിക്ക്. അന്നേരം 100 ആവ്. അങ്ങനെ ആവാൻ പറ്റുമോ? പറ്റും. ഇത് വേറെ ആരാ 100 ആവുന്നു? അണ്ണനാണോ? മിസ്സിലടിക്കണം. ഇടയ്ക്കൊക്കെ മിസ്സിലടിക്കണം. നിങ്ങൾ അടുത്തേക്ക് പഠിക്കണമെന്ന് പറയത്തില്ല. മൂട്ടിലടിക്കുന്നത് ഞാൻ ഇങ്ങനെ അടിക്കും. ഇതിന് 40 സെക്കൻഡ് ഓട്ടോമാറ്റിക് ഇതാണ്. എന്തൊക്കെ നടക്കാൻ പോണം തമ്പുരാൻ അറിയാൻ കേട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോടാ? പിന്നെ അല്ലാതെ അണ്ണ ഇതൊന്നുമില്ല. ഇനിയും കുറെ ആപ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണത്, ഡൗൺലോഡ് ചെയ്യണം. എടാ വാസു നിന്നോടൊരു കാര്യം പറയാം. MRC മാസൊക്കെ കളിച്ച് അങ്ങനെ ഗ്രൂപ്പായിട്ടും ട്രൂ ഫ്രണ്ട് ആയിരുന്നു. നീ എഴുതി വെച്ചോ അലക്സ് നിങ്ങളെ ഊമ്പിച്ചു പോകും നല്ല ഓഫർ വരുമ്പോ. ബ്രോ നല്ല ഓഫർ വരുമ്പോ പോകുന്നത് എങ്ങനെ ഊമ്പിര് ബ്രോ? ബെറ്റർ ദാൻ ഓപ്പർച്യൂണിറ്റി TV കിട്ടുന്ന സമയത്ത് പൊക്കോട്ടെ. അതെങ്ങനെ ഊമ്പിരാവും? പോണ സമയത്ത് അങ്ങ് പൊക്കോട്ടെ. ജീവിതകാലം മൊത്തം ഞാൻ മറ്റേ മണ്ണടിയുന്നത് വരെ ഇവന്മാർ എനിക്ക് വേണ്ടി അണ്ണാന്ന് വിളിച്ച് നിൽക്കുമെന്നുള്ള വിശ്വാസത്തിലൊന്നും അല്ല TV നടത്തുന്നത്. ഉള്ളിടത്തോളം കാലം പോട്ടെ.
വെടിയുന്നാൾ വരെ. എന്നെ ഈ പ്രാവശ്യം അത് പിടിക്കണമെങ്കിലേ എന്നെ ഈ വട്ടം പെട്ടെന്ന് സി- പിടിക്കും. സി- എല്ലാത്തിനും ഞാൻ തൂക്കുവേ, പൊസക്കി തൂക്കുവേ ഞാൻ. ഒരു നല്ല അണ്ണനെ കൊണ്ടൊന്ന് സാധനം കൂട്ടിയാ കൂടുതലാണ് ഇത്. നമ്മൾ അങ്ങനെയാണ് ഡ്രോയിങ്, മനസ്സിലായ? ഓക്കെ, അങ്ങനെയാണല്ലേ കാര്യങ്ങള്. എന്റെ എസ്പെഷ്യലി കിട്ടില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം അങ്ങോട്ട് പിടിയിട്ടില്ല. ടി വി ഒക്കെ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയോ? അതെന്താ ഉദ്ദേശിച്ചേ? തൽക്കാലം ഇല്ല, പെട്ടെന്ന് പിടിക്കുള്ളൂ. തൽക്കാലം ഇല്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തൽക്കാലം ഇല്ല. അത് വരുമ്പോ പറയാം. റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ ബോബേ? കളർ അടിയണ്ണ, എനിക്ക് കളർ അടിക്കാൻ പറ്റുമോ ഇവിടെ നിൽക്കുമ്പോഴും? അണ്ണന്റെ പറ്റും. അതെന്തിനാ ചുമ്മാ അടിക്കാം. ഇവിടെ ചുമ്മാ അടിച്ചിട്ട് കാര്യം? റൊട്ടേറ്റ് ആണോ മറ്റേതോ? ഗൈസ് ഇവിടെ ആർപി സാരി പറഞ്ഞാൽ എനിക്ക് മൂട് കളയാൻ താല്പര്യമില്ല. ഇവിടെ ഗൈസ് ബ്രസീലിന്റെ മാച്ച് കാണാൻ പറ്റിയില്ല. ഗൈസ് ഹൈലൈറ്റ്സ് കാണണം. ഇന്ന് ഇത് ലൈവ് കണ്ടിരുന്ന ഹൈലൈറ്റ്സ് കാണണം. ഞാൻ ബ്രസീലിന്റെ മാച്ച് കണ്ടില്ല, സത്യം പറയല്ല, ഞാൻ കണ്ടില്ല. ഉറങ്ങിപ്പോയി. ഇത് പിടിക്കും. എന്നെയും പിടിക്കും ഈ വട്ടം. എല്ലാരും പിടിക്കും, എല്ലാരും മൊത്തം വരാം. റിയൽ 100 വരാൻ പോണ 100. ഒരാളെങ്കിലും കിട്ടണേ. 24 സെക്കൻഡ് കൂടെ നിനക്കൊക്കെ വരയ്ക്കാം. പിന്നെ തോലി എന്നെ കാണും ആദ്യമേ, ഉറപ്പാ. എന്നെ ആദ്യമേ പൊക്കും. മാസം ഇതോട്ടെ കേസൊക്കെ കഴിച്ചാ? ആദ്യം 4 അടിക്കണം. 5 4 അണ്ണൻ എവിടെയാ? ഞാൻ വന്നേ. ഏതിന്? അണ്ണ എല്ലാ സൈഡും നോക്കി കിടക്കണേ. വ്യൂ ആണ് 4 ആണോ? 5 4 5-4. ആ അതാരാ പിടിച്ചേ? നല്ല വര കണ്ണാമ്പി, നല്ല രസമുണ്ട്. ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു. പ്രൊഫഷണലല്ലേ? ഐസ്ക്രീം ആയിട്ടിരുന്ന നീ ഒരു ഐസ്ക്രീം തന്നെ കറക്റ്റ് അല്ലാതെ പിന്നെ അല്ലാതെ. അവിടെ ഇൻഫെക്ഷൻ ഒഴിവാക്കണം കേട്ടോടാ. അത് വന്നു കഴിഞ്ഞാൽ സാധനം ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റും. ഇത്ര വലിയ ഹോയൊക്കെ ഇവിടുന്ന് ആരാ? വെള്ള കളർ പറഞ്ഞിട്ടുണ്ടോ? കണ്ണാപ്പിനൊക്കെ ആൾക്കാര് മോചിപ്പിക്കാട്ടാ. അയ്യോ ആര് അവൻ നമ്മളെ അടുത്തല്ല. ഇതിന് മേളിലോട്ട് പോകാൻ പറ്റൂടാ? സ്പേസ് ഹോൾഡ് ചെയ്തിട്ട് പോണില്ല. ഇച്ചിരി പോകണല്ലോ. അങ്ങനെയല്ല, എന്തെങ്കിലും ഒബ്ജക്റ്റിന്റെ അടുത്ത് സ്പേസ് ഹോൾഡ് ചെയ്യും. എന്താ 4 അടിച്ച്? ഇല്ല, എനിക്ക് മേളിലോട്ട് പോകണില്ല. ഇട്ട് പോകാനല്ല. ഓക്കെ അണ്ണ ഏറില്ല. ഇതാന്നില്ല 4 അടിച്ചത് ബഗ്ഗായിരുന്നു. എടാ മേളിൽ കാണാൻ മേഘത്തിൽ ഓടിച്ചിരിക്കാൻ പറ്റൂടാ? ഇല്ല അത്ര വരെ പോവാൻ പറ്റില്ല. 5 അടിച്ചിട്ട് 4 ആ. പെർഫെക്ഷൻ കണ്ടുകൂടാ. നമുക്ക് കാണാൻ പറ്റത്, നമുക്ക് കാണാൻ പറ്റില്ലല്ലേ? പെർഫെക്റ്റ്. എടാ അറമ മെറ്റേടാ. അത് സത്യമായിട്ടോ ഞാൻ മേളിൽ നോക്കി കാണാം. ഇതൊക്കെ എന്താണ് മുട്ടായി വേണ്ട ജംസാ? 115 സെക്കൻഡ്സ് ഉള്ള. എടാ നമ്മൾ അങ്ങനെയൊക്കെ ഒളിക്കുന്നതാണല്ലോ ഒരു ക്രിയേറ്റിവിറ്റി. എന്റെ പോയിന്റ് പൊട്ടിയിരടാ, എന്റെ പോയിന്റ് പൊട്ടിയിര. നീ നാട് മൊത്തം കാണാണ്ടു കിടക്കുന്നത്. മറ്റാണ് 100%. അല്ലല്ലോ മറ്റേ സത്യം മേളിൽ നോക്കിയാ കാണാം. ടോപ്പ് വ്യൂ നോക്കിയാ എല്ലാം കാണാം. ഇതിൽ നമ്മളെ കണ്ടുപിടിക്കാൻ കുറച്ച് പണി. പണിയൊന്നും ഇല്ലടാ. എടാ ഒളിച്ചാണോ നിക്കുന്നത് നീയൊക്കെ?
തൊടരുത്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മതിയായിരുന്നു ഇവിടെ. നമ്മളെ തൊടാൻ കുറച്ച് പാടാണോ ചേട്ടാ? എടാ ഇനി ആരൊക്കെ ഉണ്ടാ ഞാനുണ്ട് ഒരു ഹോയ് വിടൂ പ്ലീസ്. ഒരു ഹോയ് വിടുന്ന ചേട്ടാ, അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രം എടുത്ത് ഞാനുണ്ട് വിസിലടി. ഇതിവിടെ ഇതിന് മണ്ടല് ഇവിടെ ഉണ്ട്. ചോക്ലേറ്റ് ലാവ കേക്ക് ആരോ ഉണ്ടായാരോ? ചോക്ലേറ്റ് മിണ്ടായിരിക്കണേ. ആ അണ്ണ ഇങ്ങോട്ട് വന്നേണ്ണ. ഒരു ചോക്ലേറ്റ് ലാവ കേക്കിനെ കാണിച്ചു അണ്ണ എന്റെ അടുത്തോട്ട് വന്നേ. പിടിച്ചോ, ദേ ഇറങ്ങി ഓടുന്നത് തുണിയും പൊക്കി കേക്ക് ഓടുന്നത്. എവിടെ പോരാ ബോബിനെ പിടിക്കണ. ബോബ് വിസിലടിച്ചടാ. സമയം പെട്ടെന്ന് വിസിലടിക്കടാ ബോബേ. ബോബേ വിസിലടി. ബോബേ ഈ സൈഡിലൂടെയാണേ. ഇതിന്റെ ഇടയിൽ എന്താണ്? എന്നാൽ മുടിയാതെ തപ്പി പരമശിവ. മൂലക്കൊന്നല്ല നിങ്ങളുടെ കൺമുമ്പിലുണ്ട് ഞാൻ. ഒരുത്തൻ ഈകളെ നിനക്ക് ലെഫ്റ്റ് സൈഡിലെ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. അത് നമ്മൾ അടുത്ത് ഒരാൾ ചെല്ലുമ്പം നിന്റെ അടുത്ത് ഇപ്പൊ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിന്റെ ഹാർട്ട് അങ്ങനെയാണ് സംഭവം. നീ എന്തോ പെയിന്റ് അടിക്കാൻ തൂങ്ങിക്കണത്? കേക്കില് ചെറിയ ഗെയിം ഉണ്ടാക്കാൻ കൂടി ഇപ്പൊ 1,00,000 കണ്ണാപ്പി കിടന്നു പറഞ്ഞു. അയ്യോ ഞാൻ തീർക്കാവുന്ന മാപ്പാ ഇത് ഈസി. പക്ഷെ വിളിക്കാൻ സ്ഥലമില്ലടാ അതിനകത്ത്. സത്യം. കൈ തൊടും ദൂരം കാഴ്ചവളെ സക്കരയാലി സെഞ്ചവളി. ഇത് പ്ലസ് ബീതാ വന്നവളെ സുന്ദരിയേ. ശരിച്ചല്ലടാ. എന്തായാലും കാണും. സാച്ചവനെ രാത്രി തൂക്കം കെടുത്തവനെ. അയ്യോ ഇതെന്തുവാടാ ഇത് കറക്റ്റ് ആയിട്ട് കളർ കിട്ടാതെ? അല്ല ജോക്കി, ഇത് മേലോട്ട് എങ്ങനെയായിരുന്നു പോകുന്നത്? മൂട്ടി പോയിട്ട് സ്പേസ് ബാർ നെക്കി പിടിക്കണം. ഇത് കൺഫേം പിടിക്കും. ഞാൻ കുട്ടപ്പനായിട്ടാണ് പറഞ്ഞേ. രാത്രി തൂക്കം ഇത് താഴോട്ട് വരുന്നില്ലല്ലോ. പക്ഷേ താഴോട്ട് കൺട്രോളും മുകളിലോട്ട് സ്പേസും. ഓ അങ്ങനെയാ, അത് പറ. ഇതന്നെ ഒരിക്കലും പിടിക്കാൻ പോണില്ല. ഞാൻ പിക്കാസു ആയിപ്പോ. ഓനെ ഇതുണ്ടല്ലോ, ഇത് കുറച്ച് കിടിലവാ. ഇത് മൗസ് കൺട്രോൾ ഒന്നുമില്ല. ഞാൻ സ്റ്റക്കായി മയിൽ. ഇത് എന്തിരി പറയും? എന്ത് പെർഫെക്ഷൻ. എനിക്ക് ഒന്നത്തെ കണ്ടുപിടിക്കൂല. ഞാൻ എന്തൊരു ആർട്ടിസ്റ്റ് അല്ലേ. എല്ലാവരും എന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് റേറ്റ് ചെയ്യണേ. ഇത് അൺഡു ചെയ്യാൻ പറ്റുമോ?
ഇല്ല 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 പറ്റൂല. പക്ഷേ എന്നെ നോക്കണേ കുറച്ച് ഇതായിട്ട് ഈ വിസിലടിക്കുന്ന കാരണമാണ്. ഇത് ഓഫ് ചെയ്താലോ? എന്താ തുടങ്ങിയിട്ടില്ല. എന്നെ തൂക്കുന്നൊരു ഓസ്കാർ. അളി എന്നെ ഈ കളി കണ്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി ആള് കൊടുക്കണം കേട്ടോ. അക്ഷോ ബാക്കിയുള്ളവരെ കാണത്തില്ലടാ. ഇല്ല ഇല്ല ഇത് അങ്ങനെ കാണാൻ പറ്റുമല്ലോ. ഇല്ല പറ്റൂല. അതെന്തോ ഓൺ ആക്കണം എന്ന് തോന്നുന്നു. എന്താ ഇത് ലൈസൻസ് ആണ്? എത്ര ഇതില് മോഷൻ ബ്ലർ ഓഫ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇതൊരു ഗെയിമാണ്. പോലീസിനോട് സയറിനായിട്ടിരിക്കുന്ന ആരാണ്? പോലീസ് ചെട്ടിയാലോ ആട്ടാ ചെടിച്ചട്ടി എടാ എടാ വ്യൂ അഞ്ച് നാല് സൂപ്പർ ക്യാപ്റ്റൻ. മന്ദാരം കള്ളിമുളി ചെടി ആയിട്ടിരിക്കുന്നത്. കള്ളിമുളി ചെടി കള്ളിമുളി ചെടി എടാ ഫുൾ വ്യൂ ആണ്. ഇതിലായിരിക്കും. അഞ്ച് നാല് എൻജോയ്മെന്റ് ആയിരുന്നു. അളിയ ആദ്യം 5 പ്രസ് ചെയ്യണം, എന്നിട്ട് വെയിറ്റ് ഞാൻ ഒരാളെ വിട്ടിട്ട് വന്നു. വാ ഇത് കൂടെ വാ. വേറെ പോയ നോക്കിക്കഴിഞ്ഞാൽ കാണൂല്ലേ? അതായിരിക്കുന്ന പെയിന്റ് അടിക്കുമ്പോ സൈഡിൽ കൂടെ ഒന്ന് പെയിന്റ് അടിക്കണേ. പിടിച്ചേട്ടാ. അതാട്ടോ ഞാനും മറന്നുപോയത്. അല്ല അതായിട്ട് സൈഡിൽ നിന്ന് വരുമ്പോ കറക്റ്റ് ചെയ്യണം. അണ്ണനാണോ സയറിനായിട്ടിരുന്നത്? അപ്പൊ നോക്കുമ്പോ ലെഫ്റ്റ് സൈഡിൽ വെള്ള കളറിൽ പെട്ടെന്ന് കാണും ഇതില്. ഇനി ആരെയൊക്കെ കണ്ടുപിടിക്കാനുള്ളേ? അണ്ണാ എന്നെ കിട്ടാണ്ട് കൊറേ പേരുണ്ട്. 2 4 6 7 പേരുണ്ട്. ചന്ദ്രൻ വിസിലടിക്കോ. എന്നെ കിട്ടാണ്ട് എന്നെ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാട് വിടുമല്ലോ. ഇതേരിക്കുന്നൊരു കഷ്ടപ്പെട്ട് സമയം എടുത്ത് വരച്ചില്ലടാ അത്. ഇതിനകത്ത് ഒളിക്കാൻ പറ്റത്തില്ലടാ. ഭയങ്കര സംഭവം അറിയോ? സൈഡിൽ കൂടെ വരാൻ നേരത്തെ കറക്റ്റ് കാണാം. മനസ്സിലായ ഇതെന്താ ഇവിടെ ഫ്ലിപ്പ് കാണിച്ച? ഓട്ടോമാറ്റിക് വിസിലിംഗ് എടുത്ത് കളയണം കേട്ടാ. പിടുക്ക വിറയ്ക്കും ആരെങ്കിലും ഒന്ന് ഇതാക്കിയടാ. ആരെങ്കിലും ഒന്ന് ഇതാക്കിയേ. അണ്ണാ എന്നെ കണ്ടുപിടിക്കാൻ മന്ദാരം ഫൗണ്ട് ആരെയാടാ? ട്യൂബോർക്ക് പിന്നെ അടിക്കണ്ടായിരുന്നു. ആരെന്നെ കൊന്നേ? ദേരിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ കേട്ടോ പിള്ളേരുടെ. എന്തൊക്കെ തരം ക്രിയേറ്റിവിറ്റികളാണോ എന്തോ. അത് ഇതാക്കിയടാ. പ്രാക്ടീസ് സ്റ്റഡി ഇതാക്കി ഓൾറെഡി. അതായിരിക്കുന്നു എക്സിറ്റ്. എന്നെ കിട്ടിയടാ. എക്സിറ്റ് മോഡായിട്ടിരുന്ന അയ്യോ കണ്ടത് സൈഡിൽ നിന്ന് കണ്ടു കാണാൻ പറ്റിയത്. ഈ മാപ്പിനകത്ത് ഒന്നുമില്ല ഒളിക്കാൻ. ശരിയല്ലേ? ഫ്രണ്ടിൽ നോക്കുമ്പോ നീ ആരെ മനസ്സിലാവില്ല. പിടിക്കാനുള്ളേ? ഈഗിളടാ. ഇതിനകത്ത് ഈഗിളിനെ പൊട്ടിക്കത്തില്ല. സൈഡിൽ നോക്കുമ്പോ കറക്റ്റ് അറിയാണോ? ഫ്രണ്ടിൽ നോക്കുമ്പോ പിടിക്കും. സൈഡിൽ നിന്ന് വരുമ്പോ കറക്റ്റ് ചെയ്യണം. ഫ്രണ്ടിൽ നോക്കുമ്പോ നോക്കിട്ടാ ഞാൻ കണ്ടില്ല. അതാണ് പെയിന്റ് അടിക്കുമ്പോ എല്ലാ സൈഡിലും അടിക്കണം. ഇനി ചന്ദ്രനെ കിട്ടിയേ പിടിച്ചിട്ടില്ല. ചന്ദ്രനെ ഈഗിളെ അണ്ണാ എന്നെയും പിടിച്ചിട്ടില്ല. മിക്കവരുടെ അടുത്ത് പോയിട്ടില്ല. അതാണ് സംഭവം. സ്കോർ കണ്ടോ? ഈഗിൾ എങ്ങനെയാ 843 കിട്ടിയേ? എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. പോലീസുകാരന്റെ സയറിനായിട്ടിരുന്നത്. ഓ നീ അങ്ങ് ഒളിച്ചല്ലേടാ. നീ പബ്ലിക്കിൽ നിന്ന് ഒളിച്ചല്ലേടാ. അതെ. അയ്യോ വിസിലടി കിടന്ന് ചന്ദ്രു റിവർ എവിടെ കയറി വിളിച്ചടാ? അമ്മ സത്യം പറ്റല്ല. എടാ ഒന്ന് വിസിലടിച്ചേ. പിന്നല്ല വിസിലിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോ ഒരാൾ ടാർപ്പൊക്കെ അടിയിരിക്കുന്നത്. ഇനി ആരാ? ബോബിന്. ബോബേന്ന് വിസിലടിടാ. 13 സെക്കൻഡ് ഉണ്ട്. ഇവിടല്ല വിസിലടി പോകും. ബോബിന് പോയിന്റ് ഡ്രോയറിനകത്തും എല്ലാം കാണും മിക്കവാറും. ജട്ടിയാ
ആ നോക്ക് ഞാൻ ഇരിക്കുന്ന അവിടെ നോക്കി ഇങ്ങനെ എവിടെ? എവിടെ കാണുന്നില്ല ബോബിൻ. എവിടെ ദേ, ഓ കണ്ടില്ല, ഭയങ്കര ഒറ്റടിക്കുന്ന സ്ഥലം, അതാണ് ശ്രദ്ധിക്കൂല കേട്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ വരാൻ എടാ നീ ഈ റൂമിന്റെ അകത്തുണ്ടായിരുന്നോടാ? അണ്ണ അണ്ണ ആ പുതിയ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്റെ ഡ്രോയിങ് സ്കിൽസ് ഞാൻ പറയട്ടെ, ഞാൻ ഒരു മാപ്പ് ഇടാം, അത് ഡൗൺലോഡ് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആയിക്കോളും. എന്റെ ഞാനേ അല്ല ഓട്ടോമാറ്റിക് ആവില്ലല്ലോ, മറ്റേല്ലോ ഉള്ളോ. ചെടിയൊന്നും ആരും ഇല്ല. ചെടിയുണ്ടായിരുന്നു ഡൗൺലോഡ് ഇറ്റ്. എന്റെ ഡൗൺലോഡ് കൺഫേം ആ. ഇതെന്താ സ്റ്റീമിലോട്ട് പോയി? സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി ഇനി LX2 മന്ദാരം. ചേട്ടാ 2 റിക്വസ്റ്റ് എറർ കാണിക്കുന്നത്. അത് വെയിറ്റ് ചെയ്താൽ മതി കുറച്ച്. എനിക്ക് എന്റെ ഫാമിലി വ്യൂല് പിന്നടിച്ചു കൊടുത്തിട്ട് തെറ്റാന്ന് കാണിക്കുന്നത്. ഫാമിലിയാ ഫസ്റ്റ് ലൈവ് നോക്കല്ലേട്ടാ. ഞാൻ നോക്കുന്നതല്ല, അങ്ങനല്ല, ഇത് മെറ്റടിച്ച് കളിച്ച ആ രസം ഇല്ലടാ, രസം പോവും, ഉറപ്പായിട്ടും പോവും. അല്ലല്ല, ഞാൻ അങ്ങനെ ലൈവ് പോസ്റ്റ് ചെയ്തേക്കോ. മന്ദാരം നീ സ്ക്രീൻഷോട്ട് ഇട്ടാ. എന്റെ വര സ്കിൽസ് ഞാൻ ഈ ഇതിൽ കാണിച്ചുതരാം. വര ഡൗൺലോഡിങ് എന്തായാലും ഡൗൺലോഡിങ്. നിന്റെ എന്തായി അന്ന് ഏതാ മറ്റേ ആർക്കാണോ? ആ സൂപ്പർ. ആർട്ട് ഗാലറിയിലെ ഒരു $1 ബില്യൺ പെയിന്റിംഗ് ആയിട്ട് ഞാൻ ഇരിക്കുവേ, നോക്കിക്കോ. എനിക്ക് സ്റ്റക്കായി നിൽക്കോടാ. ഡൗൺലോഡിങ് LX ഡൗൺലോഡിങ്. കോൺഫിഡൻസ് അല്ല. തുടങ്ങിയ എടാ ഈ ഗെയിം തുടങ്ങിയ പണക്കാരനെ കാണല്ലേ? പിന്നെ ആർട്ട് ഗാലറി മൊനാലിസന്റെ നിലത്തുനിന്ന് കയറി ഇരിക്കില്ല മേത്തൊന്നും. എടാ ഞാനാട്ടെ ഇമ്പോസ്റ്റർ, സോറി ഇമ്പോസ്റ്റർ അല്ല, ഹണ്ടർ. സമയം വിളിക്കാൻ. ആ ഓഹോ അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാ. അന്നാ നീ എല്ലാം പെട്ട്. ഫസ്റ്റ് ആരെ കണ്ടുപിടിക്കണം ഗൈസ്? നിങ്ങൾ പറ, ആരെ കണ്ടുപിടിക്കണം? ഞാൻ 6 ലൈവാ നോക്കട്ടെ, വേമ്പറ. ഇതെല്ലാം വരയ്ക്കാൻ അറിയാവുന്നവരില്ല, വരച്ചു വലിയ ലോബിയുടെ പറഞ്ഞേ. ലോബിയുടെ ചാറ്റിലിട്ടുണ്ട്. അത് വേഗം വിളിക്കണേ, അതെ കുറച്ച് ടഫ് ആയിക്കോട്ടെ. സിമ്പിൾ ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അടിച്ചിടുവേ. ചന്ദ്ര ഞാൻ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കട്ടെ. ഇത് ചാറ്റ് ഫുൾ എതിരാണല്ലോ ബോസിനെ കണ്ടുപിടിക്കണ പറയുന്നത്. എന്താ വെട്ടം കുറഞ്ഞ ആർക്കും ഒരു ഐഡിയ കിട്ടുള്ളടാ എനിക്ക്. നിങ്ങളെല്ലാം ഇതായോ? ടൈമില്ല, വേഗം 100 സെക്കൻഡേ ഉള്ളൂ. വേഗം ഇല്ല, ഇത് കണ്ടുപിടിക്കും. ഇത് ഭയങ്കര ഒബ്വിയസ് സ്പോട്ടാ. പാനിക്കായി ഞങ്ങളെല്ലാരും. 100 സെക്കൻഡ് ഉണ്ട്. ചിൽ 100 സെക്കൻഡേ ഉള്ളൂ. പിന്നെ ഞാൻ എനിക്കൊരു പടം വരയ്ക്കാൻ 10 സെക്കൻഡ് മതി. എനിക്ക് പിന്നെ സ്ഥലം കണ്ടുപിടിക്കാനാണ് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നത്. 10 സെക്കൻഡിൽ ഒരു പടം വരച്ചു കഴിഞ്ഞു. നമുക്ക് ബുള്ളറ്റ് ഉണ്ടോ? ഹണ്ടറിന് ബുള്ളറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അൺലിമിറ്റഡ് ആണോ? ഇത് കിടക്കണ എങ്ങനെ? എടാ സീരിയസ്ലി ഇതെന്താടാ ഇത്? കണ്ടുപിടിക്കൂടാ. ഇത് എവിടെ ഒളിക്കൂടാ? ഇത് 100-ന്റേതായിട്ട് എന്താ ബഗ്ഗായെന്ന് തോന്നുന്നു. എടാ എനിക്ക് പടത്തിലോട്ട് പോകാൻ പറ്റുന്നില്ല മോനെ. ഈ പെയിന്റിംഗ് ഉണ്ടോ നിങ്ങള്? കുറച്ച് ഹൈറ്റിലോട്ട് പോകത്തുള്ളത്. അല്ലടാ എനിക്ക് ഒട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലെന്ന്. എടാ ഇതെന്താടാ ഇത്? നിങ്ങളെല്ലാരും കാതകം വന്നെന്ന് പറഞ്ഞത്. എടാ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല.
ഒന്നും ചെയ്യണ്ട കേട്ടാ. ഒന്നും ചേട്ടാ ടുബോർക്ക് എല്ലാം ചെയ്തോളും. കേട്ടോ, ഒന്നും ചെയ്യണ്ട. ചോറ് അല്ലടാ എനിക്ക് ഇത് പറ്റുന്നില്ലടാ. എന്തോന് പറയുന്നേ? വരയ്ക്കാനാ. വരയ്ക്കാനല്ല അത്. ഈ ഗെയിം സ്റ്റക്ക് ആയി തോന്നുന്നു. അട വരക്കല്ലടാ പോക്കാറുമ്പോ. പിടിക്കാറാവുമ്പോ എല്ലാവരുടെയും ഒരു അട വേണല്ലേ. തുടക്കല്ലേ, ഒരു മിനിറ്റ് തുടക്കല്ലേ, എനിക്ക് സമയം വേണം, അല്ല, അതല്ല, അതൊക്കെ ആയി. എനിക്ക് സമയം വേണം. അല്ല, എനിക്ക് എടാ, എനിക്ക് ലെഫ്റ്റിലോട്ട് പറ്റില്ല. റൈറ്റിലോട്ട് തിരിക്കില്ല എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നേടാ. അത് WD അതെന്താടാ അത്? എനിക്ക് എടാ അങ്ങനെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് തിരിക്കുന്നതെന്ന് പറഞ്ഞു തന്നേടാ, അല്ലാതെ ഇത് പതുക്കെ അട, പതുക്കെ ഭയങ്കര സൗണ്ട് കളിയോ. ഒരു മിനിറ്റ്. അത് ഞാൻ കിടക്കാം. എന്റെ എന്റെയിലാണ്. ഞാൻ കുറച്ച് എടാ, ഇത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആയി പോയി. അത് എന്റെ ടീമില് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് എടാ അത് എങ്ങനെയാടാ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുന്ന കാര്യം പറഞ്ഞു തരാതെ ഞാൻ ഇത് എങ്ങനെയാടാ? എന്ത് ആ WD സ്പേസ് അല്ല അങ്ങനല്ല, ബ്രഷ് എടുത്തതിന് ശേഷം തിരിക്കാൻ പറ്റൂല. അത് മറ്റേ മൗസിന്റെ മിഡിൽ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും നെക്കി പിടിച്ച് എന്താ തിരിക്കും അങ്ങനെ എന്തോ. അല്ലടാ, എന്നെ പോയിക്കോ. ഞാൻ എനിക്ക് സമയമില്ല. എനിക്ക് ബഗ്ഗായിരുന്നു. കുനിഞ്ഞു നിൽക്കണം. എനിക്ക് ഒളിക്കാൻ കുറച്ച് സമയം തരാം മോനെ. അല്ലടാ, എനിക്ക് ബഗ്ഗായിരുന്നടാ. എടാ അത് ആരാടാ ബെഡ്ഷീറ്റ് ആയിട്ടിരിക്കണ? എടാ ഇതൊന്നും കൂടി ഇടോടാ ഈ മാപ്പ്. അതെന്തോടാ എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്തേ? എന്നെ തൂക്കുന്ന ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ്. അതെ, ഈ പിയാനോയുടെ അടിയിൽ പെട്ടിടങ്ങണ ആരാണ്? പ്ലീസ് ഒന്നും തന്നെ ഇതാരാണ്? അത് കണ്ടുപിടിക്കണം. സംസാരിക്കണം പ്ലീസ്, സംസാരിക്കണം. അല്ല എനിക്കാണ് ഇത് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. എടാ അവനും എനിക്കും അതായിരുന്നു ബഗ്ഗായിരുന്നു. എടാ, എനിക്കത് തിരിക്കാൻ പറ്റുന്നില്ലത്. എടാ തിരിക്കുന്ന എങ്ങനെയാണെന്നറിയാവോടാ? WASD ആണ്. അതിൽ തന്നെ തിരിക്കുക. അത് വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് തിരിച്ചോണ്ടിരിക്കണം. അണ്ണയുടെ ഉണ്ടല്ലോ ചന്ദ്രൻ എവിടോ ഇരിപ്പുണ്ട് അതിവിദഗ്ധമായിട്ട്. അണ്ണ സ്റ്റീഫൻ ദേവസ്യ പോലെ ഇരുന്നേടാ. അയ്യോ ഈ മാപ്പ് ഒന്നും കൂടി ഇടുവേ. വിസിലടിച്ചടാ. വിസിലടിച്ച ഇതെന്താണ്? നമ്മ വിസിലിംഗ് കേൾക്കണം, ഒന്നും കേൾക്കണില്ല. ഇതില് മാത്രമേ ഉള്ളൂ ഇപ്പൊ. ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ്. ലൈഫ് ടൈം എല്ലാ പടത്തിലും വെടിവെക്കുന്ന രണ്ടുപേരും ഞാൻ കണ്ടു. ഇന്ത്യയും സംസാരിക്കില്ല. ഇതിൽ ആരെ തൂക്കിയിട്ടില്ല കേട്ടാ. എന്റെയൊക്കെ പിക്കാസോ ഞാനൊക്കെ. അതെ ഒരു ബോഡിയോട് അടിച്ച് അയ്യോടാ അതോ ഇരിക്കുന്ന ഒരുത്തൻ. കൊല്ലില്ല. ബസ് പോയി പിടിച്ചു. ഇരിക്കുന്ന വേറെ ഒരുത്തൻ. അവന്താ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. എന്നെ പിടിച്ചില്ലേ, ഞാൻ ലൈഫ് ടൈം അടുത്തിരിക്കാൻ നോക്കട്ടെ, നടന്നില്ല. എടാ എല്ലാരും കിടന്ന് അലക്കുന്നോണ്ട് വിസില് കേൾക്കുന്നില്ലടാ. എവിടാന്ന് ഈ ക്ലോക്ക് ആയിട്ടിരിക്കുന്ന കണ്ണാപ്പിയാണോ? മോണലിസ്റ്റിന്റെ സൈഡ് മോണലിസ്റ്റിൽ ഇരിക്കുന്ന ഇല്ല. ഫോട്ടോയിൽ ഈ പയ്യനില്ലല്ലോ. ഇതൊക്കെ എവിടെ പഠിച്ചേ ഇത് എന്റെ കാണുന്നില്ലടാ. മോഷൻ ബ്ലർ സെറ്റിംഗ്സ് മോഷൻ ബ്ലർ ഉണ്ട്. അത് CCTV വേണ്ട. അല്ലടാ എന്നെ തൂക്കിയടാ. അത് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് നോക്കിയാൽ മതി. മോഷൻ എന്റെ വീട്ടില് 5 പേര് ഇരുന്നേ പോയി. അത് ഞാൻ ടൈറ്റിൽ കൊടുത്തേടാ. എന്റെ ചേട്ടാ. മൈ ബാഡ് എല്ലാരും ഒന്ന് കയറാം.